ഭാരത പാരമ്പര്യത്തെ മുറുകെ പിടിക്കാൻ ഇസ്കോൺ നൽകുന്ന സംഭാവനകൾ ചെറുതല്ല. ഹംഗറിയിൽ കൃഷ്ണഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമുണ്ട്. ഹിന്ദു വിശ്വാസങ്ങളെ നെഞ്ചിലേറ്റിയ ഭാരത പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു ഗ്രാമം. ഭഗവാൻ ശ്രീകൃഷ്ണനെയും കൃഷ്ണഭജനകളെയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു കൂട്ടം വിദേശികൾ. ഈ ഗ്രാമം ഇന്ത്യയിലല്ല, യൂറോപ്പിലാണ്. ഹംഗറിയിലെ കൃഷ്ണവാലിയാണ് സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നത്. യൂറോപ്യൻ വൻകരയിലെ സമ്പൂർണ്ണ വേദഗ്രാമം, ഹൈന്ദവ ഗ്രാമം, ഇങ്ങനെയൊക്കെയുള്ള വിശേഷണത്തിന് അർഹമാണ് ഈ ഗ്രാമം. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിന് തെക്കു പടിഞ്ഞാറായി സൊമോഗിവാമോസിലാണ് ഈ ഗ്രാമം. ഹംഗറി ഇസ്കോൺ ആണ് കൃഷ്ണവാലിയെ മുന്നോട്ട് നയിക്കുന്നത്. 200-ലധികം കൃഷ്ണഭക്തരാണ് ഇവിടെ താമസിക്കുന്നതത്രേ. ആത്മീയതയിൽ അധിഷ്ഠിതമായ ലളിതമായ ജീവിതമാണ് ഈ കൃഷ്ണഭക്തർ പിന്തുടരുന്നത്. പൂർണ്ണമായും സ്വയം പര്യാപ്തമാണ് ഈ പ്രദേശം എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഭക്ഷണം മുതൽ വൈദ്യുതി വരെ ഇവർ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നു. വസ്ത്രധാരണ രീതികളിലടക്കം ഭാരതീയ ശൈലികളാണ് ഇവർ പിന്തുടരുന്നത്. സ്ത്രീകളുടെ വേഷം സാരിയും പുരുഷന്മാരുടേത് ധോത്തിയുമാണ്. നിരവധി ഗോശാലകളും കൃഷ്ണവാലിയിലുണ്ട്. മറ്റ് വിഷയങ്ങൾക്കൊപ്പം സംസ്കൃതവും വേദങ്ങളും ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്നു. പരമ്പരാഗത രീതിയിൽ തിലകമണിഞ്ഞാണ് ഇവർ സനാതന വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നത്. കൃഷ്ണവാലിയിൽ ഒരു രാധേശ്യാം ക്ഷേത്രമുണ്ട്. ഹംഗറിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കൃഷ്ണവാലി. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ ആൻഡ് ഇക്കോ ഫാം എന്ന ഈ സെറ്റിൽമെന്റ് ഹംഗറിക്കാരനായ ശിവരാമസ്വാമിയാണ് സ്ഥാപിച്ചത്. 1949 ബുഡാപെസ്റ്റിൽ ജനിച്ച അദ്ദേഹം 1980 ഭഗവത്ഗീതയിലും സനാതന ധർമ്മത്തിലും ആകൃഷ്ടനായി ഹിന്ദുമതം സ്വീകരിക്കുകയായിരുന്നു. തുടർന്ന് 1993 അദ്ദേഹം ഈ ഗ്രാമം പടുത്തുയർത്തിയത്. പൂർണ്ണമായും സനാതന ധർമ്മത്തിലും കൃഷ്ണഭക്തിയിലും അധിഷ്ഠിതമായ ജീവിതം അനുവർത്തിക്കുന്ന കൃഷ്ണവാലി അഥവാ ന്യൂ വജ്രധാമ യൂറോപ്പിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ സെറ്റിൽമെന്റ് ആണ്. ഹംഗറി ഇസ്കോൺ ആണ് കൃഷ്ണവാലിയുടെ ചാലക ശക്തി. യൂറോപ്യൻ വൻകരയിലെ സമ്പൂർണ്ണ വേദഗ്രാമം, ഹൈന്ദവ ഗ്രാമം തുടങ്ങിയ പ്രത്യേകതയും ഈ പ്രദേശത്തിന് സ്വന്തമാണ്. സനാതന ധർമ്മവും ജീവിത രീതിയും ആനന്ദവും ഊർജവും കണ്ടെത്തുന്ന ജനതയാണ് ഇവിടെ ജീവിക്കുന്നത്. ജീവിതത്തിന്റെ പല തുറകളിൽ നിന്നും ഇവിടെ സ്വയം എത്തപ്പെട്ടവരാണ് ഇവർ. ആത്മീയതയിൽ അധിഷ്ഠിതമായ ലളിതമായ ജീവിതമാണ് ഇവർ പിന്തുടരുന്നത്. പൂർണ്ണമായും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വയം പര്യാപ്തമാണ്. ഭക്ഷണം മുതൽ വൈദ്യുതി വരെ സ്വയം ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു കഴിവ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സൗരോർജ്ജം ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പരമ്പരാഗത കൃഷി രീതി ഇവിടെ എപ്പോഴും പ്രാവർത്തികമാക്കുന്നുണ്ട്. നിരവധി ഗോശാലകളും കൃഷ്ണവാലിയിലുണ്ട്. വിദ്യാഭ്യാസ രീതിയിലും കൃഷ്ണവാലി മികച്ച മാതൃകകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റു വിഷയങ്ങൾക്കൊപ്പം സംസ്കൃതവും വേദങ്ങളും ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്നു. പരമ്പരാഗത രീതിയിൽ തിലകമണിഞ്ഞ് സ്വന്തം വിശ്വാസവും ജീവിത രീതിക്കും കോട്ടം തട്ടാതിരിക്കാൻ അതീവ ശ്രദ്ധാലുക്കളാണ് ഇവർ. ഔദ്യോഗിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഓരോ വിദ്യാർത്ഥിയും സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി ഗോശാലകളിൽ സേവനം അനുഷ്ഠിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. വസ്ത്രധാരണ രീതികളിലടക്കം ഭാരതീയ ശൈലികൾ. സ്ത്രീകളുടെ വേഷം സാരിയും പുരുഷന്മാരുടേത് ധോത്തിയുമാണ്. ഒരു രാധേശ്യാം ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ രാധേശ്യാം ക്ഷേത്രത്തിൽ പതിവായി ഇവിടുത്തെ കൃഷ്ണഭക്തർ ഒത്തുചേർന്ന് ഭാഗവതം വായിക്കുക, ഭാഗവത സപ്താഹം നടത്തുക, അങ്ങനെയുള്ള ഒരുപാട് കൂട്ടായ്മയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർ ഇവിടെ നടത്തുന്നുണ്ട്. നിരീക്ഷക പദവിയും ഈ സെറ്റിൽമെന്റിന് സ്വന്തമാണ്. സനാതന ധർമ്മത്തെ എത്രത്തോളം അടുത്തറിയാൻ സാധിക്കുമോ അങ്ങനെ അടുത്തറിയുക, ജീവിത രീതികൾ പഠിക്കുക. ലോകമെമ്പാടുമുള്ള നിരവധി സർവകലാശാലകളിൽ നിന്നാണ് ഇവിടെ ആളുകൾ എത്തുന്നത്. ശിവരാമസ്വാമി ആരാണ് എന്നറിയാതെ കൃഷ്ണവാലിയുടെ ചരിത്രവും വർത്തമാനവും പൂർണ്ണമാവില്ല. ഹംഗറിക്കാരനായ ഇദ്ദേഹമാണ് കൃഷ്ണവാലി സ്ഥാപിച്ചത്. 1949 ബുഡാപെസ്റ്റിൽ ജനിച്ച അദ്ദേഹം ഭഗവത്ഗീതയിലും സനാതന ധർമ്മത്തിലും ആകൃഷ്ടനായിട്ടാണ് ഹിന്ദുമതം സ്വീകരിച്ചത്. സ്വന്തം നാട്ടിൽ ഇത്തരമൊരു കൂട്ടായ്മ പടുത്തുയർത്തിയതിൽ ഇപ്പോൾ അദ്ദേഹം അതീവ സന്തുഷ്ടനാണ്. ഭഗവത്ഗീത ഹംഗറി ഭാഷയിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ശിവരാമസ്വാമി സാംസ്കാരിക സമഗ്ര സംഭാവനകൾ നൽകിയത് പരിഗണിച്ച് ഗോൾഡ് കോസ്റ്റ് പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഹംഗറി ഗവൺമെന്റ് അത്തരത്തിലാണ് അദ്ദേഹത്തെ ആദരിച്ചത്. 30,000-ഓളം സഞ്ചാരികളാണ് വർഷം തോറും കൃഷ്ണവാലി സന്ദർശിക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കൃഷ്ണവാലി മേള പ്രധാന ആകർഷണമാണ്. 8,000-ലധികം ആളുകളാണ് കഴിഞ്ഞ വർഷം പരിപാടിയിൽ പങ്കെടുത്തത്. ഹംഗറി ഗവൺമെന്റ് പൂർണ്ണ പിന്തുണയാണ് ഈ ഗ്രാമത്തിന് നൽകുന്നത്. 110 ഏക്കർ സ്ഥലത്ത് ആരംഭിച്ച സെറ്റിൽമെന്റ് ഇന്ന് വളർന്ന് 660 ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.